നമ്പർ ലീക്ക് കുഴപ്പമില്ല, നമ്പർ ലീക്കായാലും കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ഒന്നും എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. ഇപ്പം ഇതൊന്ന് തലയിൽ ഈ ഫാനങ്ങ് പൊട്ടി വീണാൽ അത്രയും സന്തോഷം, അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ, അവിടെ മുത്ത ഞാൻ കാര്യം പറയാലോ. ലൈഫിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ നല്ല ഏതെങ്കിലും ഒരു കുണ്ണ ഒന്നിച്ചുണ്ടെങ്കിൽ മുത്ത വേറെ ഒന്നും വേണ്ട. മുത്ത ബിഗ് ഷൗട്ട് ഔട്ട് അച്ചായൻ മുത്ത കഴിഞ്ഞ മൂന്നാല് ദിവസം കൊച്ചി മൊത്തം എന്നെ ഇട്ട് കറക്കി. ഓരോ ടീമായിട്ട് എനിക്കിങ്ങനെ കോൺടാക്ട്, കുറേ സിനിമക്കാരായിട്ടുള്ള കോൺടാക്റ്റ് ആയി, കുറേ സിനിമയിലെല്ലാം കമ്മിറ്റ്മെൻ്റ് ആയിട്ടില്ല, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറേ ആൾക്കാരായിട്ട് കമ്പനിയായി, കുറേ ഗേൾസ് ആയാലും അല്ലാണ്ടായാലും ബിസിനസ്സുകാരായാലും കുറേ ആൾക്കാരായിട്ട് ഞാൻ കണക്ഷൻ അച്ചായൻ പിടിച്ചു തന്നു. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് ബിസി ആയപ്പം എൻ്റെ മൈൻഡ് മാറി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാൻ ചിലപ്പം മിക്കവാറും പിന്നെയും അതിലേക്ക് തന്നെ തിരിച്ചു, എനിക്ക് അറിയില്ല. പക്ഷെ മുത്ത കൂടെ അച്ചാനെ പോലത്തെ ഒരു ഗുണ്ടച്ചി മോനുണ്ടെങ്കിൽ എല്ലാം മറക്കാം, അത്രേ ഞാൻ പറയാനുള്ളൂ. മൈൻഡ് മൊത്തം ബ്രോക്കണായിട്ടുള്ള ഒരാൾക്ക് അർഹിക്കുന്നുണ്ടടാ ഒരു പ്രാവശ്യം ഒരു ബാഗ് അടിച്ച് നോക്കാൻ. അല്ല, ഒരു പ്രാവശ്യം അടിച്ച് നോക്കണ്ടടാ, അത് എന്താന്ന് നമുക്ക് അറിയണ്ടേ. ചിലപ്പോൾ അതിനെ കൊണ്ട് രക്ഷപ്പെടാം, അതിനെ കൊണ്ട് മൈൻഡ് ഒന്ന് ഇതായി കിട്ടിയില്ലെങ്കിലോ, ഫുള്ളായിട്ട് നമുക്ക് റിലാക്സേഷൻ കിട്ടിയില്ലെങ്കിലോ പറയാൻ പറ്റും. കാരണം സിനിമയിലായാലും ഇപ്പം ഈ പാട്ടുകളിലായാലും എല്ലാവരും ഈ സംഭവം ഉണ്ട്, ഈ തേപ്പും അല്ലെങ്കിൽ മനസ്സിലാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കള്ള് അതിലെന്തോ കാര്യം ഉണ്ടടാ. എനക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടോ, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യട്ടാ. എന്താടാ ആണോ ഒറ്റ പ്രാവശ്യമാടാ. നോ ഹറാം ജോയിന്റ് അടിച്ചോ, ജോയിന്റ് എടാ കുണ്ണേ, കള്ള് ഹറാമാന്ന് പറഞ്ഞിട്ട് നീ എന്നോട് ജോയിന്റ് അടിച്ചോന്ന് പറയുന്നത്. അതെന്തൊരു കുണ്ണയാടാ നീ, അതെന്തൊരു പൂരി മോനാ നീ. എടാ ഒരിക്കലും ട്രൈ ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ഒരു മനുഷ്യനാകുമ്പോ എന്താണെന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവില്ലടാ. ഗോ ടു ജിം എന്നാ. ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്യണം. ജിമ്മെല്ലാം നമ്മളെപ്പോൾ പോകുന്നതല്ലടാ, എല്ലാം നമ്മൾ ട്രൈ ചെയ്യാത്തൊന്നുമില്ലല്ലോ. ഇതൊരു അൺനോൺ ആയിട്ട് കിടക്കുന്നടാ തലയിൽ, മനസ്സിലാവും. ഇതൊരു അൺനോൺ ഒരു സംഭവമായിട്ട് ഇങ്ങനെ തലയിൽ കിടക്കും. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളൊരു ഡെസ്പറേഷൻ എൻ്റെ ഒരു മൈൻഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ഒരു അവസ്ഥ, എൻ്റെ ഒരു ഞാൻ ചിന്തിക്കുന്ന മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്. ഒരു പ്രാവശ്യം എന്താടാ ഓക്കെ ഞാൻ എന്തായാലും അടിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല, എനിക്ക് ഉറപ്പില്ല. ഇപ്പം എൻ്റെ മൈൻഡ് ഇങ്ങനെ ആടി കളിക്കുന്നു. ഓക്കെ, അഥവാ ഞാൻ അടിക്കുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് അടിക്കും. ഓക്കെ, ഒന്നിച്ചടിക്കാം. ഓക്കെ, അടിക്കുന്നുണ്ടെ ഒന്നിച്ചടിക്കാം. അല്ല ഒന്നിച്ചടിക്കാന്നല്ല, അടിക്കുന്നുണ്ടെ ഞാൻ എന്തായാലും പറയും. ഓക്കെ, എന്ത് ബാഗ് എടുത്തിട്ട് എവിടെ പോകുന്നടാ മൈര്? ഞാൻ പറഞ്ഞതാ ഞാൻ ട്രൈ ചെയ്യുന്ന കാര്യമാണ്. നീ എന്താ ഓവറാക്കത്ത് കുണ്ണേ? ഒന്നുമില്ല, കള്ളുടിക്കുന്നുണ്ട് നീ കള്ളുടിക്കോ? കാര്യം പറയുന്ന തമാശല്ല, കള്ളു കുടിക്കോ? എനിക്കൊരു ഉണ്ണിയിൽ ഞങ്ങൾക്കറിയാം. കള്ളു കുടിക്കില്ലോ, കള്ളു കുടിക്കില്ലോ? ഇല്ല, കുടിക്കൂല. ഇപ്പൊ കള്ളു കുടിക്കുന്ന കള്ളു കുടിക്കുന്ന ബാഗ് എടുത്തിട്ട് ചങ്കായി ഇരിക്കുന്നത്. ഞാൻ ലൈവായിട്ട് സംസാരിക്കാം. നീ കള്ളു കുടിക്കാണ് ഞാൻ എടുക്കൂലേ? കാര്യം പറഞ്ഞ അള്ളാണേ. എന്താ അടിച്ചു പൊട്ടിയാടാ കുണ്ണേ, എന്താ ഓവറാക്കുന്നത്? അയ്യേ, അതെന്തടി കള്ളുടിക്കാണ് മമ്പൂര് തീരാതാടാ. ഞാൻ കള്ളുടിക്കാന്ന് പറഞ്ഞ ഇപ്പോൾ ചൂടായി എന്നോട് വന്നിട്ട് ഇതാ അടിച്ചു പൊട്ടിച്ചിട്ട് പോയി. ഞാൻ പെട്ടെന്ന് സർപ്രൈസ് അറിയില്ല, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതെന്ത് ഇവരെന്താ ഔട്ട് ഓഫ് നോവെയർ പെട്ടെന്ന് പോയിട്ടില്ല. പാർട്ടിക്ക് വന്നിട്ട് ഇറങ്ങിയതാണ് അച്ചായനെ വെച്ച്. പോയിട്ടില്ല. സ്ക്രിപ്റ്റ് ആടാ, എന്റെ ഉമ്മ സത്യം സ്ക്രിപ്റ്റ് അല്ല, എനക്കറിയില്ല. ഇപ്പൊ എന്നാ ഒന്നെങ്കിൽ പട്ടി ഷോ അടക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ എന്തോ മാസമാകുമ്പോട്ട് എന്താ എനക്കറിയില്ല. സത്യം എനിക്കറിയാം. ആ പെട്ടെന്ന് പേടിച്ചോടി സംഭവമായി പോയി. ഞാൻ ആദ്യമായിട്ട് മമ്മൂ വയലിൻ്റെ അകത്തെല്ലാം കാണുന്നു മയില്. അവിടെ വേണ്ട കള്ളുടി വേണ്ട. പക്ഷെ എടാ ഞാൻ ഒരു കാര്യം പറയാലോ. എടാ എൻ്റെ പേഴ്സണൽ സാധനം, നിങ്ങൾ അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം എനിക്ക് ട്രൈ ചെയ്യാനുള്ള ഇത് നിങ്ങൾ തരണം. ഓക്കെ, സമ്മതം വാങ്ങിയിട്ട് ഞാൻ അടിക്കും. ഓക്കെ, ആ അടിക്ക് തന്നെ നിങ്ങളോട് എന്തായാലും പറയും. അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയും. ആദിത്യ മാദി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ.
തൊപ്പി യൂട്യൂബ് കേറി പാച്ചു ട്രാവൽ ബ്ലോഗ് കേറി നോക്ക് പ്ലസ് ഇൻസ്റ്റ __ പാച്ചൂസ് _ പ്ലീസ്. ഇതെന്താ മൊത്തം അണ്ടർവെയർ മര്യാദക്കുള്ള ഐഡിയ ഒന്നുമില്ലേ പാച്ചൂസ് വന്ന് മുത്തേന്റെ സീനായി തോന്നുന്നുണ്ട് എനിക്ക്. ഈഗിളിൻ്റെ വീട് ഇവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഈഗിളിൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ ഈഗിളിൻ്റെ ഗെയിം റൂമിൽ ഇരിക്കുക. എടാ നമ്മള് വീട് മാറാൻ കേട്ടോ. നമ്മള് വീട് മാറാം. നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് പോയത്. ജിഷ്ണു രാജു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാമോ? എനിക്ക് ജീവിതം മടുത്ത പോലെ ഫീൽ ചെയ്യുന്നു. എടാ മുത്തേ, നിന്നെക്കാളും മൂഞ്ചി പണ്ടാറടങ്ങിട്ടാ ഞാൻ ഇരിക്കുന്നത്. ഈ എന്റെ അവസ്ഥ നീ ആദ്യം ആലോചിക്കും. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇരുന്ന് ലൈവ് ചെയ്യുന്നില്ലേ? ഈ എൻ്റെ ചിന്തിക്കുക. ഞാൻ കഴിഞ്ഞ 4 ദിവസം ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് മൊത്തം ഇങ്ങനെ മൈൻഡിൽ എന്തെല്ലോ ചിന്തകൾ വരുന്നു, മെമ്മറീസ് വരുന്നു, എന്തെല്ലോ സീന്, എന്തെല്ലോ സാധനങ്ങൾ, ചില മണം സീന്, ചിന്തകൾ സീന്, അങ്ങനെ എന്തെല്ലോ മൈൻഡ് പ്രശ്നമായിട്ട് നിന്നിട്ട് മുത്ത ആ ഒരു കാര്യം പറയട്ടെ. നീ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ? അച്ചാനെ പോലത്തെ ഒരു കുണ്ടച്ചി മോന എങ്ങനെയെങ്കിലും കേടങ്ങ് പോയി കമ്പനിയാക്കി എടുത്തോ മുത്തേ. കുറച്ച് കളവനായാലും കുഴപ്പമില്ല. അങ്ങനത്തെ മൈൻഡിലുള്ളൊരു മൈരിനെ കിട്ടിയാൽ മുത്തേ നിന്റെ എല്ലാം മാറ്റി തരും, എല്ലാം മാറ്റി തരും. കാര്യം പറയാനാ. ഈ അങ്ങനത്തെ ഒരുത്തരം ഏതെങ്കിലും ഒരുത്തൻ എവിടെയൊക്കെ പോയിട്ട് കമ്പനിയാക്കും. അങ്ങനത്തെ ഒരുത്തരം കിട്ടിയാൽ മുത്തേ നിന്റെ പ്രശ്നം തീരും. എനിക്ക് വേറെ ഒരു മോട്ടിവേഷനും വേണ്ട. ഓക്കെ, അമ്മ എന്താ പറഞ്ഞോണ്ടാ? വീട് പറയാം. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ എനിക്ക് ഈ വീട്ടിൽ സീനാന്നടാ, മനസ്സിലായി? വീട്ടിൽ കുറച്ച് മെമ്മറീസിന്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഞാൻ എനിക്ക് എന്തോ ഒരു പ്രേതമല്ല, മീൻസ് എൻ്റെ മൈൻഡ് ഓക്കെ അല്ല. വീടിങ്ങനെ ഏതെങ്കിലും ഒരു മൂലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ബെഡിലിരിക്കുമ്പോൾ എനിക്കിങ്ങനെ വേറെ എന്തെല്ലോ ചിന്തകൾ. പക്ഷെ വേറെ സ്ഥലം കഴിഞ്ഞ 4 ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ല. വീട്ടിലല്ല, വേറെ സ്ഥലത്തുണ്ടായി. ഒന്നും അച്ചാൻ്റെ വീട്ടിലുണ്ടായിന്, പിന്നെ അച്ചാൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഒരുത്തിൻ്റെ വീട്ടിലുണ്ടായി, പിന്നെ ഒരു ഡയറക്ടർ ഉണ്ടായിന്, ആ ചങ്ങായിൻ്റെ വീട്ടിലുണ്ടായി. മനസ്സിലാവും? കഴിഞ്ഞ 2-3 ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ സ്ഥലത്ത് ഇരിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. മനസ്സിലായി? എനിക്ക് വന്ന് ഈ വീട്ടിൽ ഞാൻ കുറേ കാലം മനസ്സിലാവും അങ്ങനത്തെ ഒരു ഇതിൽ ജീവിച്ചോണ്ടാണോ എന്നൊക്കെ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്. ചില മണങ്ങളല്ലേ, ചില മണലിൽ എനിക്ക് സീൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട് മാറായിരുന്നു. ഓക്കെ, അടുത്ത ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഞാൻ വീട് മാറും. ഓക്കെ, പുതിയ വീട് ഞാൻ എന്തായാലും കാണിച്ചു തരാം. പുതിയ വീട് ഞാൻ മൊത്തം കാണിച്ചു തരാം. ഒരു വീട് സെറ്റായിട്ടുണ്ട്, ഒരു കിള്ളം പോലത്തെ ഒരു വീട് സെറ്റായിട്ടുണ്ട്. 6-7 റൂമുള്ള വലിയൊരു ബംഗ്ലാവ് അല്ല, 6-7 റൂമുള്ളൊരു വലിയ വീടാണ്, സെറ്റായിട്ടുണ്ട്. അതൊരു 15-ാം തീയതി കഴിഞ്ഞാലാണ് 15-ാം തീയതി പറഞ്ഞത് എന്നോട് പോയത്. 15-ാം തീയതി പറഞ്ഞത്. ഇപ്പം ഇന്ന് 7 ഇപ്പോൾ ഒരാഴ്ച. ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീട് പറയാം. വീട് കാണിച്ചാൽ മൊത്തം കിള്ളം പോലത്തെ വീടാണ്. ഓക്കെ, ഞാൻ ഹോം ടൂറും കാര്യങ്ങളെല്ലാം കാര്യങ്ങളും തരാം. ഇവിടെ എന്തായാലും മാറണോടാ. ഇവിടെ എനിക്ക് നടക്കൂല. ഇവിടുത്തെ ചില സ്മെൽസ്, ഞാൻ ഓരോ കോർണറിൽ പോയിട്ട് ഇരിക്കലുണ്ട്. മൂലക്ക് ചില ചിന്തകൾ എനിക്കിപ്പോൾ ലൈവിൽ പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് സംസാരിക്കൂലെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തന്നേന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വീട് മാറിയത്. വീട് മാറിയിട്ട് ഞാൻ മൊത്തം ഹോം ടൂർ പരിപാടികളും കാണിച്ചു തരാം. കള്ളു പിടിക്കുമ്പോൾ തിങ്ക് അബൌട്ട് യുവർ മോം. ശരിയല്ല, ഉമ്മാനെ കുറിച്ചെല്ലാം ആലോചിക്കുമ്പോൾ കുടിക്കേണ്ട അങ്ങനത്തെ ഒരു സാധനം വരുവാടാ. നല്ല ഗുഡ് ഐഡിയ. ഓക്കെ, കുടിക്കുന്നില്ല. എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിന്. ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അഥവാ എപ്പോഴെങ്കിലും ഞാൻ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ മൈൻഡ് മൊത്തം ഇതായിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് അടിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. ഓക്കെ, എന്തായാലും പറയും. ഓക്കെ, ഇല്ലടാ, അടിക്കാൻ സാധ്യതയില്ല. പിന്നെ അണ്ണന്റെയും ചേച്ചിയുടെയും പിന്നെ അങ്ങനെ ആദ്യം തന്നത് ഞാൻ കണ്ടിട്ടില്ല. സർജിക്കൽ കുഞ്ഞു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുന്ന ഇത്. എന്നിട്ട് അണ്ണന് ബ്ലാക്ക് കളറല്ലേ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് എടുത്ത് ബോണ്ട് പേപ്പർ. അർഷദ് അസ്ലം _ZX ഡൊനേറ്റഡ് 42 രൂപ 50 പൈസ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി, നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരിക്കലും നീ അത് ചെയ്യരുത്. നീന്ത് കുടി നാഗൽ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എനിവേസ്, താങ്ക് യു അർഷദ് അസ്ലം, താങ്ക് യു ഫോർ ദ ലവ് ബ്രോ. കാര്യം പറയാലോ, ഇങ്ങനെയുള്ള സൂപ്പർ ചാറ്റിന്റെ ആശ്വാസമാണ്. കാര്യം പറയില്ല, ഇത് മൈൻഡിൽ നിൽക്കും. രാത്രിയെല്ലാം ടൈം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടില്ല എനിക്ക് പറയാം. എനിക്ക് ലൈവിൽ അതിനെക്കുറിച്ച് ഞാൻ പറയൂലെന്ന് ഞാൻ
ഇൻഫോർമേഷൻ. അതുകൊണ്ട് എനിക്ക് മൊത്തമായിട്ട് പറയാനും കഴിയുന്നില്ല. ലൈവ് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ 3-4 ദിവസം എൻ്റെ ഉള്ളിലുള്ള എല്ലാം എടുത്ത് ആർഎഫാസ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. കക്കൂസിലിരിക്കുമ്പോഴാണോ മണം? എടാ പൂറി മോനെ, ഒരുത്തന്റെ ഇമോഷൻസിന് റെസ്പെക്ട് ചെയ്യണം. മയില് നീയെല്ലാം ഉണ്ടല്ലോ, മയില് കുണ്ണ നീയല്ല ഈ അവസ്ഥയിൽ പെടുമ്പോഴാണ് നീ പഠിക്കും. കുണ്ടച്ചി മോനെ, ഞാൻ കാര്യം പറയാം, നീയല്ല ഈ അവസ്ഥയിൽ ഒരിക്കൽ മയിലോ നീയെല്ലാം കൂടിക്കാൻ തന്നെ ഇവിടെ എത്തിച്ചു. നീ എന്നിട്ട് കക്കൂസ് കുണ്ടാന്ന് പറഞ്ഞിട്ട് ഇടാന്ന് വരില്ലട്ടാ. നീയെല്ലാം കാരണമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നില്ല പറയുന്നില്ല. ഒരു ആർട്ട് വർക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു സർജിക്കൽ ബ്ലേഡ് ഒക്കെ വെച്ചൊരു ആർട്ട് വർക്ക് ചെയ്തു തന്നു. നല്ല രസമുണ്ട്. അതൊക്കെ താങ്ക് യു സോ മച്ച്. ചെറുക്കനൊരു ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നിങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് രാവിലെ തൊട്ടേ ഇതിന് അത് തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. ഞാൻ ഇപ്പോൾ ഉറക്കം എണ്ണീറ്റ് വന്നതേ ഉള്ളൂ, ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ ചെറുക്കൻ ഗെയിമിംഗ് റൂം ഒക്കെ ആദ്യമായിട്ട് കാണണേ. അവന് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. സോ അപ്പൊ അവന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഞാനൊരു ഗെയിമിംഗ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഗെയിമിംഗ് റൂമും ഗെയിമിംഗ് സെറ്റപ്പ് ഒക്കെയാണ്. ഇവിടെ നമ്മളൊരു സിമുലേറ്റർ ടൈപ്പ് സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. വണ്ടി ഓടിക്കണം, അങ്ങനത്തെ കുറെ പരിപാടി. പിന്നെ എന്റെ കുറെ കളക്ഷൻസും അതും ഇതും ഒക്കെ ആണ് ഇവിടെ. പിന്നെ അവിടെ എന്റെ മെയിൻ പി സി ഉണ്ട്. സോ അതാണ് എന്റെ മെയിൻ സ്ട്രീമിംഗ് പി സി എന്ന് പറയുന്നത്. സോ മെയിൻ സ്ട്രീമിംഗ് പി സിയും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടിവിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു എന്താ പറയാ പ്ലേ സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മൾ മൊത്തത്തിലുള്ളത്. സോ ഓവറോൾ ഗെയിമിംഗ് റൂം എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. രാവിലെ തൊട്ടേ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. ഒറ്റ കാര്യം ചോദിക്കട്ടെ, അവിടെ ഇവിടത്തേക്കല്ലേ അതൊന്നും ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒറ്റൊരിക്കൽ ഈ ലൊക്കേഷനിലേക്ക് തന്നെ. മുന്നത്തെ എൻ്റെ ലൊക്കേഷൻ്റെ പ്രശ്നം ഞാൻ പറയട്ടെ. മുന്നേ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു ചെക്കൻ വന്നിട്ട് ഒരു ചിത്രം വരച്ച സാധനം എന്തോ കൊണ്ടു തന്നു. ഞാൻ അന്ന് ലൈവ് കാണിച്ചിട്ടുണ്ടായില്ലേ, ഒരു ബോണ്ട് പേപ്പറിൽ വരച്ചിട്ടുള്ളത് കാണിച്ചു തന്നു. അതിന് ശേഷം ഇവര് ഭയങ്കര സ്നേഹത്തിലല്ലാന്ന് പോവുക വീടുന്ന്. എന്നിട്ട് ഇവര് കണ്ട എല്ലാ ആൾക്കാരോടും ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഈകളൊന്നും ആ പ്രശ്നമില്ലേ? ഇതൊന്നും നമുക്ക് മാത്രം ഇങ്ങനത്തെ പ്രശ്നം. എനിക്ക് ഈ ലൊക്കേഷൻ്റെ ഏറ്റവും വലിയ ലൊക്കേഷൻ ലീക്കാകുന്നതിൻ്റെ ഏറ്റവും എന്തോ ഭാഗത്തിന് ഈ ലൊക്കേഷൻ ലീക്കായിട്ടില്ല. ഞാൻ മുന്നേ ഉണ്ടായ ലൊക്കേഷൻ ഒരുത്തം വന്നിട്ട് ഇങ്ങനെ ഒരു വരച്ച ഒരു സാധനം കൊണ്ടു തന്നേന്ന്. എന്നിട്ട് അവൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം മുതൽ ബെല്ലടി ചെറിയ പിള്ളേരുടെ വന്നിട്ട് ഇങ്ങനെ ബെല്ലടിച്ചു കൊടുക്കട്ടെ. പുറത്ത് ബാതിൽ തുറന്ന് നോക്കുമ്പോൾ ഓടിയിട്ടുണ്ട് അവര്. പിന്നെ രാത്രി ആർക്ക് ഇടക്കിടക്ക് ഒരാൾ വരും ഇങ്ങനെ ഇവിടെ നല്ല ദൂരത്ത് സൈക്കിള് വിട്ടിട്ട് വരുന്നത്, ബൈക്കിൽ വരുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ഇതിപ്പോ നമുക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയില്ല. കുറെ 10-15 കിലോമീറ്റർ അപ്പുറത്ത് സൈക്കിള് വിട്ടി വന്നതെന്നെല്ലാം പറയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് സംസാരിക്കും, ഹോട്ടലിലെടുത്ത് ഇതാക്കി. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വരും. അടി ഇവന്റെ എല്ലാം ഫാൻസിനെ കണ്ടു പഠിക്കണോട്ടോ. റെസ്പെക്ട്ഫുൾ ഫാൻസാണ്, കാര്യം പറയാലോ. ഒരുത്തനിപ്പോ പോയി ആ ഒരുത്തനോട് ചത്തോനെ കൊന്നാലും ഓ ലൊക്കേഷൻ വേറൊക്കെ പറഞ്ഞു കൊടുക്കൂല, മനസ്സിലായി? അതെല്ലാം റെസ്പെക്ട് ഉള്ള ഫാൻസ്. ഇത് ഇവിടെ കുറെ വളി മണപ്പിക്കുന്ന ടീമുണ്ട്, നായിന്റെ മക്ക. കാര്യം പറയാലോ. എനക്കും ആഗ്രഹം ഉണ്ടോ ഇങ്ങനെ എൻ്റെ ഇത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം ഇങ്ങോട്ടേക്ക് ലൊക്കേഷനിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാം. നല്ല കാര്യം. ഫാൻസ് ഇതെല്ലായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇല്ലേ, കാര്യം പറയാലോ. കുറെ ബിസിയാവും, മൈൻഡ് ഇങ്ങനെ സ്നാപ്പാവും, വേറെ ഇതിലേക്ക് ഇങ്ങനെ ബിസിയായി പോയിക്കോളും. പക്ഷെ എനിക്കത് കഴിയില്ല. കാരണം വെച്ചാൽ ഇവര് എന്ന് പറഞ്ഞാൽ ക്രേസി ഫാൻസാണ്. ഈ പൊട്ടന്മാർ ഇവരില്ലേ, ഇവര് വന്നിട്ട് അപ്പൊ തന്നെ ലൊക്കേഷൻ എനിക്കൊരു ലൊക്കേഷന്റെ ലിങ്കെല്ലാം എടുത്ത് സ്റ്റോറി ഇട്ടാളി. ഇത് അവിടെ ഉണ്ട്, ഇപ്പൊ കിട്ടും, വാ ഓടിക്കോ. അതാണ് സീന്.